ശ്യാമ ആറാട്ടണ്ണൻ, ഈ ആറാട്ടണ്ണനെയൊക്കെ പോലീസിന് പേടിയാണോ? കാരണം ആറാട്ടണ്ണനെതിരെ ഒരു പരാതി, പീഡന പരാതി, അതും കട്ടിലിൽ കെട്ടിയിട്ടിട്ട് പീഡിപ്പിച്ചു എന്നുള്ള ഒരു ട്രാൻസ്ജെൻഡർ കൊടുത്തിരിക്കുകയാണ്. ആറാട്ടണ്ണൻ, അതോടൊപ്പമുള്ള ആ വേൾഡിലുള്ള ആ യൂണിവേഴ്സിലുള്ള അലിൻ ജോസ് പെരേര, മറ്റേ താടിയും മുടിയൊക്കെ നീട്ടി വളർത്തിയ അഭിലാഷ് അട്ടയം, പിന്നെ ഒരു വിനീത്, ആ പേര് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ബ്രൈറ്റ് എന്ന് പറഞ്ഞ ഇവരുടെ കൂടെ ഒരാളുണ്ടായിരുന്നു, ബ്രൈറ്റ്, അയാൾ ഡയറക്ടറാന്നൊക്കെ പറഞ്ഞ നടന്ന ആളാണ് ബ്രൈറ്റ്. ഈ ഇത്രയും ആളുകൾ അവർക്കെതിരെയാണ് പരാതി കൊടുത്തിട്ടുള്ളത്. ആ പാരലൽ യൂണിവേഴ്സിലെ ജീവികൾ അവരവരുടെ ലോകം ആഘോഷിക്കുക, ആഹ്ലാദിക്കുക, അർമാദിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. നമ്മളെ കാണുന്ന അവർക്ക് പുച്ഛമായിരിക്കും. എന്തൊരു വൃത്തികെട്ടവന്മാരായ അവര് ചിന്തിക്കുന്നത്. അല്ല, അവരുടെ ഒരു സന്തോഷമാണത്. പക്ഷേ ഈ സന്തോഷം സാമൂഹിക വിപത്തായി മാറുമ്പോഴാണ് കുഴപ്പമാകുന്നത്. ഇപ്പൊ ഈ പരാതി കൊടുത്തിട്ട് ആറാട്ടണ്ണൻ ഇടയ്ക്ക് ഹൈക്കോടതിയിലോ മറ്റോ പോയോ? ഇല്ല, അഡീഷണൽ സെഷൻസ് പ്രിൻസിപ്പൽ സെഷൻസ് എറണാകുളത്ത് പോയി, മുൻകൂർ ജാമ്യത്തിന് പോയി അല്ലേ? പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല. കള്ള പരാതി വേണ്ട, അല്ല കള്ള പരാതിയാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചതേ പറഞ്ഞു, കള്ള പരാതിയാണ് ഈ കൊടുത്തിരിക്കുന്ന. യുവമാർക്ക് അതിനുള്ള ബുദ്ധിയൊന്നുമില്ല. അല്ല, എന്തായാലും കെട്ടിയിട്ട് പീഡിപ്പിക്കാനുള്ള ബുദ്ധിയൊന്നും അവന്മാർക്കില്ല. ഇങ്ങനെയുള്ള ഒരു ട്രാൻസ്ജെൻഡറെ പിടിച്ചോണ്ട് പോയി കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നാണ് ട്രാൻസ്ജെൻഡർ പറയുന്നത്. ട്രാൻസ്ജെൻഡർക്ക് നീതി വേണമെന്ന് പറഞ്ഞാണ്. ട്രാൻസ്ജെൻഡർ നിങ്ങളെല്ലാം ഇതിൽ ഇടപെടണമെന്നാണ് അവർ പറയുന്നത്. എല്ലാവരും ഇടപെട്ടുകൊണ്ടേ ഇരിക്കണം എന്നാണ്. എനിക്ക് നീതി വേണം, നിങ്ങൾ എല്ലാവരോടെ ചേർന്ന് എനിക്ക് നീതി മേടിച്ചു തരണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ പോലീസിനോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നു അത് ഈ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ്. പബ്ലിസിറ്റിക്ക് വേണ്ടിയാ കോടതിയിൽ ഒരു തീരുമാനം പറയട്ടെ. പരാതി കൊടുത്താൽ കേസെടുക്കും. പരാതി കൊടുത്തു കഴിഞ്ഞാൽ കേസെടുക്കും. ഇപ്പൊ രഞ്ജിത്തിനെതിരെ കേസെടുത്തല്ലോ, കസബ പോലീസാ കേസെടുത്തത്. രഞ്ജിത്ത് 2012 ഒരു യുവാവിനെ ബാംഗ്ലൂരിൽ വെച്ച് ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചെന്നും ആദ്യം ടിഷ്യൂ പേപ്പറിൽ നമ്പർ എഴുതി കൊടുത്തതും പിന്നീട് പീഡിപ്പിച്ചെന്നുമാണല്ലോ കേസ്. അതിലിപ്പോ കോഴിക്കോട് സെഷൻസ് കോടതി രഞ്ജിത്തിന് ജാമ്യം കൊടുത്തു. 30 ദിവസത്തേക്ക് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ അങ്ങനെ ഒരു പരാതിയാണ് കൊടുത്തിരിക്കുന്നത്. അതിലും ഈ പോലീസ് പറയുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചായിരുന്നു. നമുക്കറിയില്ല. അയാള് നാട് മൊത്തം നടന്ന് പബ്ലിസിറ്റിക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. 2012 കേസ്. 2012 രഞ്ജിത്ത് ഹോട്ടൽ റൂമിൽ വിളിച്ചു വരുത്തി നഗ്നനാക്കി നിർത്തി ഫോട്ടോ എടുത്ത് രേവതിക്ക് അയച്ചു എന്നല്ലേ പറഞ്ഞേക്കുന്നത്. നടി രേവതിക്ക് ഇത് അയച്ചു കൊടുത്തെന്നും രേവതി ഇത് കണ്ടു എന്നുമാണ്. പിന്നീട് അവിടെ തന്നെ ശാരീരികമായിട്ട് ചൂഷണം ചെയ്തു എന്നാണ് ആ യുവാവിന്റെ പരാതി. അത് പോലീസ് പറയുന്നത് ഈ പബ്ലിസിറ്റി സ്റ്റണ്ടാണെന്ന്. ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടി കുറെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. എന്തായാലും ഇവർക്ക് ഈ ട്രാൻസ്ജെൻഡർക്ക് ആറാട്ടണ്ണനെയാക്കിയാ കിട്ടിയത്. ആറാട്ടണ്ണനും വിനീത് പീഡിപ്പിച്ചെന്നും പിന്നെ ആറാട്ടണ്ണനും ബ്രൈറ്റും അഭിലാഷും എല്ലാം കൂടെ ചേർന്ന് കെട്ടിയിട്ട് അലൻ ജോസ് പെരേര കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നൊക്കെയാണ്. ആറാട്ടണ്ണന്റെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. ഇപ്പം ആറാട്ടണ്ണൻ പറയുന്നു ഇത് എനിക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത്, ഇതൊന്നും ശരിയല്ല, ഞാൻ ഇങ്ങനെ ജീവിക്കും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ആറാട്ടണ്ണന്റെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ സംസാരിക്കുന്നത്. ആറാട്ടണ്ണൻ സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. പക്ഷെ ആറാട്ടണ്ണൻ ഒതുങ്ങിപ്പോയെന്നേ. ആ പാലാരിവട്ടം പോലീസ് ഒതുക്കി ആറാട്ടണ്ണനെ. നീ മേല ഈ കച്ചറ പരിപാടിയായിട്ട് നീ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നിന്റെ 2 ചന്തി അടിച്ച് പൊട്ടിക്കുന്നു പോലീസ് പറഞ്ഞു. അങ്ങനെ ആറാട്ടണ്ണൻ അവിടെ നിന്ന് കരഞ്ഞു. സാർ എന്നെ വെറുതെ വിടണം സാർ, ഞാൻ ഒന്നും ചെയ്യരുത് സാർ, ഞാൻ ഇനി ആരെ കുറിച്ചും ആരും സെക്സിയാണെന്ന് ഞാൻ പറയില്ല. നടി നടിമാർക്കെതിരെ എല്ലാം മോശം. മീന ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ്, എനിക്ക് മീനെ ഇഷ്ടമാണ്, മീന സെക്സിയാണ്, മീനെ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. ഇതൊക്കെയാണ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടുന്ന് ഇവിടെ വരെ, ഇവിടുന്ന് ഇങ്ങോട്ടാ വീഡിയോസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടുന്ന് ഇങ്ങോട്ടേ കിട്ടത്തുള്ളൂ, ഇങ്ങോട്ടൊന്നും കിട്ടത്തില്ല. അത് പിന്നെ ഒരു ദിവാങ്കോട്ടി ഇങ്ങനെ കിടന്നങ്ങ് നാട്ടുകാരെ അവരാതും പറയുക. നാട്ടിലെ എല്ലാ നടിമാരെയും അവരാതും പറയും. ഏതൊക്കെ ഒരു നടി, വേറെ ഏതോ ഒരു നടി പറഞ്ഞു കേട്ടോ, ഈ ആറാട്ടണ്ണൻ ശല്യക്കാരനൊന്നും അല്ലെന്ന്. ആറാട്ടണ്ണൻ ബേസിക്കലി ഒരു പാവപ്പെട്ടവനാണ് എന്നാണ് ഒരു നടി പറഞ്ഞത്. അത് മോശമായിട്ടൊന്നും പറയത്തില്ല. വിളിച്ചാൽ ഒരു 2 മിനിറ്റ് സംസാരിക്കും, അത് കഴിഞ്ഞിട്ട് പുള്ളി ഫോൺ വെച്ചിട്ട് പോകുന്നതാണ് പറഞ്ഞത്. ആറാട്ടണ്ണൻ എനിക്ക് തോന്നുന്നു ഈ പറച്ചിലുള്ള വാക്കാലുള്ള കുഴപ്പങ്ങളേ ഉള്ളൂ, അല്ലാതെ ഈ കുഴപ്പക്കാരനൊന്നുമല്ല. അതിനുള്ള ബുദ്ധിയൊന്നും ആറാട്ടണ്ണന് ഇല്ല. മറ്റൊരു പിന്നെ തുള്ളിച്ചാടി അവൻ എന്ത് കണ്ടന്റ് ആക്കിയെന്നേ,
അവന് ഏതും കണ്ടന്റ് ആക്കും. അവനെ തെറി വിളിക്കുന്നത് അയാളെ അവനെ തെറി വിളിക്കുന്നതെല്ലാം അവൻ കണ്ടന്റ് ആക്കും. അവനിപ്പോ ഇതിനെ എടുത്ത് പിന്നെ കേസ് പീഡന കേസാണ് എടുത്തിരിക്കുന്നത്. പീഡന കേസ് അവൻ കണ്ടന്റ് ആക്കി. ആ കണ്ടന്റ് ആക്കിയിട്ട് അവൻ അത് കൊണ്ട് ആഘോഷിച്ച് നടക്കുന്നു. അവൻ അതും ഒരു സന്തോഷം. നാട്ടുകാരൊക്കെ എന്താ പറയാ ഇങ്ങനെയുള്ള കേസ് എടുത്ത് ഇത് നാട്ടുകാരെ അറിയിക്കുന്നത്. എനിക്കൊന്നും ഇവന്മാർക്ക് ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് അറിയില്ലെന്ന് തോന്നുന്നു. കോടതിയിൽ പോയി കോടതിയിൽ ഏതെങ്കിലും കാരണം വെച്ചാൽ ഇത് ശിക്ഷിക്കപ്പെട്ടാൽ ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ 5 വർഷത്തിന് മുകളിലുള്ള ശിക്ഷ കിട്ടത്തുള്ളൂ. ശിക്ഷ കിട്ടിയ 5 വർഷത്തിന് മുകളിലുള്ളതായിരിക്കും. 5 വർഷത്തിന് മുകളിലുള്ള ശിക്ഷയാണെങ്കിൽ പരോൾ പോലും കിട്ടത്തില്ല, ജാമ്യം കിട്ടത്തില്ല. 5 വർഷത്തിന് താഴെയാണ് ശിക്ഷ കിട്ടുന്നതെങ്കിൽ നമുക്ക് ജാമ്യം നിർത്തി ആൾജാമ്യം നിർത്തി കോടതിയിൽ നിന്ന് ജാമ്യം എടുത്ത് പുറത്തു വരാം. 5 വർഷത്തിന് മുകളിലാണ് ശിക്ഷ എന്നുണ്ടെങ്കിൽ കിട്ടത്തില്ല. അത് കിട്ടണമെങ്കിൽ പോലും നമുക്ക് പരോളിന് അപേക്ഷിക്കണമെങ്കിൽ പോലും അല്ലെ അപ്പീലിന് പോകണമെങ്കിൽ പോലും 3 കൊല്ലം കഴിഞ്ഞിട്ടേ അപ്പീല് പോകാൻ പറ്റൂ. മേൽക്കോടതിയിൽ ഹൈക്കോടതിയിൽ അപ്പീലിന് പോകണമെങ്കിൽ നമുക്ക് പിന്നെ 3 കൊല്ലം സമയം അതിനും വേണം. 3 കൊല്ലം കഴിഞ്ഞ ശേഷം അത്ര അപ്പീലിന് അപേക്ഷിക്കാൻ പറ്റും. അപ്പീലിന് അപേക്ഷിച്ച് 3 കൊല്ലത്തിന് ശേഷം അപേക്ഷിച്ചാൽ പോലും കോടതി ലിസ്റ്റ് ചെയ്യണമെങ്കിൽ 5 കൊല്ലം കഴിയും. അതായത് 5 കൊല്ലം നമ്മൾ അകത്ത് കിടക്കും. എനിക്ക് നിയമമാർക്ക് ഇതൊന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു. നിയമമാർക്കൊന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു. ഇത് കേസാണ്, ഇത് കുറ്റകൃത്യമാണ്, തങ്ങൾക്കെതിരെ എടുത്തിരിക്കുന്നത് ഒരു കേസാണെന്നുള്ള ബോധ്യമൊന്നുമില്ല. അവര് നോക്കുമ്പോൾ ഇതെല്ലാം വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നു, ഇവരുടെ പേര് ഇങ്ങനെ വരുന്നു, വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നു, അവർക്കൊരു സന്തോഷം. വീണ്ടും സെലിബ്രിറ്റി ആയി കൂടുതൽ കുഴപ്പങ്ങൾ കാണിക്കാനുള്ള ഒരു ലൈസൻസ് ആയി ഇത് എടുത്തിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തത് ഇവന്മാരുടെ വിചാരം പോലീസ് അറസ്റ്റ് ചെയ്യാത്തത് ഇവന്മാര് സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് ഞങ്ങളെ അറസ്റ്റ് ചെയ്യാത്ത എന്നുള്ള ധാരണയിലാണ് ഇവന്മാര് നടക്കുന്നത്. മാത്രമല്ല ഇവന്മാർക്ക് അറസ്റ്റ് ചെയ്യുന്നുള്ള ചിന്ത പോലും ഇല്ലെന്ന് തോന്നുന്നു. ഇത് പോലീസ് അവന്മാരെ തേടി ചെന്നാലും അവന്മാർ ഇത് എന്തോ ചോദിക്കും. അമ്മാര് പോലീസിനോട് ചോദിക്കും. വേണമെങ്കിൽ പോലീസുമായിട്ട് നിന്ന് അവന്മാർ വീഡിയോ എടുത്തിട്ട് പിന്നെ ഇത് ചെയ്ത് കളയും, വീഡിയോ എടുത്തിട്ട് കളയും. അതായത് ചില പോലീസുകാർ സെക്സ് ചെയ്യാൻ തുടങ്ങി വേണമെങ്കിൽ ആറാട്ടം അറസ്റ്റ് ചെയ്യാൻ ഒരു വനിതാ പോലീസുകാരിയാണ് എത്തുവാണെങ്കിൽ വനിതാ പോലീസുകാരി സെക്സ് ചെയ്യണമെന്ന് പറഞ്ഞ് വേണമെങ്കിൽ വീഡിയോ ഇട്ട് കളയുന്ന ടീമാണ് ആറാട്ടാണ്. അത്രേ ബോധ്യമുള്ളൂ. പിന്നെ ആ പാലാരിവട്ടം പോലീസ് പിടിച്ച് നല്ല രീതിയിൽ വരട്ടി. നല്ല രീതിയിൽ പോലീസ് പറഞ്ഞു പിന്നെ രാവിലെ 10 മണിക്ക് നീ സ്റ്റേഷനിൽ എത്തണമെന്ന് പറഞ്ഞു. ആറാട്ടെണ്ണം പറഞ്ഞു ഞാൻ സ്ഥലത്തില്ല, എനിക്ക് ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞു. നീ ഷൂട്ട് ഉണ്ടെങ്കിൽ നിന്റെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് വന്നു നിന്നെ ഞാൻ എടുത്തോണ്ട് വരുമെന്ന് പറഞ്ഞു പോലീസ്. നല്ല വരട്ടി. അവിടുന്ന് പറന്ന് ആറാട്ടെണ്ണം 10 മണി എന്നുള്ളത് 9:50 ആയപ്പോൾ സ്റ്റേഷനിൽ എത്തി. 10 മണിക്ക് വന്ന് ആറാട്ടെണ്ണനെ 12-1 മണി വരെ അവിടെ പിടിച്ചു നിർത്തി പോലീസ്. വരട്ടി നല്ല രീതി വരട്ടി. ഞാൻ അറിഞ്ഞത് അതിനകത്ത് നിന്ന് ആറാട്ടെണ്ണം കരഞ്ഞു, ഭയങ്കര കരച്ചിലായിരുന്നു അവിടെ കിടന്നു. അതായത് പോലീസുകാർക്ക് വലിയ ശല്യം ഈ ആറാട്ടെണ്ണന്റെ നിലവിളി കാരണം. അവർക്ക് അവിടെ ജോലി നടക്കുന്നില്ല, അവർക്ക് മറ്റൊരു കാര്യം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഇന്ന് കരയുക, ഒരു കാര്യമില്ല അതിന് നിലവിളിക്കുന്നത്. അവസാനം പോലീസ് സമാധാനിപ്പിച്ച് പറഞ്ഞു വിട്ടു. അതിനുശേഷം കുഴപ്പങ്ങളൊന്നും കാണിക്കാതിരിക്കും. വിചാരിക്കുന്നുണ്ടാവും ഇവരെയൊക്കെ എന്തിനാണ്, ഇവർക്ക് വേറൊരു ലോകത്ത് ജീവിക്കുന്ന ആളുകൾ ഇവരെയൊക്കെ വിളിച്ചു. അല്ല, വ്യാജ പരാതിയല്ലേ എന്ന് വിചാരിച്ച് പോലീസ് കോടതി തീരുമാനം എടുക്കട്ടെ എന്നാണ് പോലീസിന്റെ നിലപാട്. കോടതി അങ്ങ് തീരുമാനിക്കട്ടെ. എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇവന്മാരെ പിടിച്ചകത്തിടാം, കോടതി പറയുകയാണെങ്കിൽ അവർ പിടിച്ചകത്തിടാം. കോടതി പറയുന്നില്ലെങ്കിൽ ഇവന്മാരിങ്ങനെയൊക്കെ സ്വൈര്യവിഹാരം നടത്തി പോട്ടെ. പൊതുശല്യങ്ങളാണെന്ന് പറയുമ്പോഴും ഇവന്മാരെ കൊണ്ട് വേറെ എന്താ പറയാ ഒരു കായികപരമായിട്ടുള്ള ആക്രമണമൊന്നും ഇവന്മാർ ഉണ്ടാക്കുന്നില്ല. ഒരു പൊതുശല്യമാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. പൊതുശല്യമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നാട്ടിലെല്ലാം നടന്ന് ഓരോ ഇങ്ങനെ ഉള്ള ഇവന്മാര് കാരണം മൊബൈൽ ഒന്നും തുറന്നു നോക്കാൻ പറ്റാത്ത അവസ്ഥ. ഈ ആറാട്ടനേക്കാളും ശല്യം മറ്റവൻ, ഈ അലിൻ ജോസ്. അവനെയാണ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത. അവനെ ഇങ്ങനെ ഓരോന്നെടുത്ത് വെച്ചിട്ട് ഞാൻ ഇന്ന വിഷയത്തിൽ ഇത്ര മണിക്ക് പ്രതികരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഡാൻസ് കളിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്റെ പൊന്നു അവനെ എങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അലിൻ ജോസ് പെരേരയുടെ ഇന്റർനാഷണൽ ഫാൻസ് അസോസിയേഷൻ ഉണ്ട്, പുള്ളി തന്നെ എഴുതിയിടുന്നതാ. ഇന്റർനാഷണൽ ഫാൻസ് അസോസിയേഷൻ അവന്റെ. എന്നിട്ടൊരു 3-4 പിള്ളേരെ ഇങ്ങനെ നടന്നു വരുന്നു. ഞാനൊരു വീഡിയോ ഉണ്ട്, അപ്പൊ നടന്നു വരുന്നു, കുറച്ച് പിള്ളേർ വന്ന് ചോദിക്കുന്നു ഫോട്ടോ എടുത്തോട്ട്. അപ്പം ക്യാപ്ഷൻ എന്ന് പറഞ്ഞ അതാണ്, അലിൻ ജോസ് പെരേരയുടെ ഇന്റർനാഷണൽ ഫാൻസ്. ഒരു ഫോട്ടോയ്ക്ക് അപ്പൊ ഞാനും സെലിബ്രിറ്റി ആയി എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം. പുള്ളി അങ്ങനെയൊക്കെ എന്തോ ആകണം എന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ അതിനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല, അല്ലെങ്കിൽ നമ്മളെന്താ പറയാ കാലിബർ ഇല്ലാത്ത ഒരാളാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കും. ഇവന് ഈ അലിൻ ജോസ് പെരേര എന്ന് പറയുന്നത് ഈ ആറാട്ടണ്ണന്റെ ഡ്രൈവർ ആയിരുന്നു. ആറാട്ടണ്ണന്റെ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാം, ആറാട്ടണ്ണൻ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ട്. ആ ഇലക്ട്രിക് സ്കൂട്ടർ ഓടിക്കുന്നത് ആ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഡ്രൈവർ ആയിരുന്നു ഇവൻ. അതൊരു ഒരു അഭിമുഖത്തിൽ ഒരു റിവ്യൂ എടുക്കാൻ വേണ്ടി ചെന്നപ്പം ആറാട്ടണ്ണന് സംസാരിക്കാതെ ഇവൻ സംസാരിച്ചു, ഒട്ടും സംസാരിപ്പിക്കുന്നില്ല. ആറാട്ടണ്ണനോട് എന്ത് ചോദിച്ചാൽ ഇവൻ ചാടിക്കയറി സംസാരിക്കും. അങ്ങനെയാണ് ഇവൻ ഫേമസ് ആയത്. അങ്ങനെയാണ് ഇവൻ ഫേമസ് ആയത്. അല്ലാതെ ഇവനെ ആർക്കും അറിയത്തില്ല. ഇവൻ ആറാട്ടണ്ണന്റെ വാലെ പിടിച്ച് കിടന്നിട്ട് ആറാട്ടണ്ണനെ വെട്ടി ഫ്രണ്ടിൽ കയറിയ വരാം. ഇടയ്ക്ക് ഇവര് തമ്മിൽ വഴക്കൊക്കെ പറയും, ഞാൻ ഇനി അവനുമായിട്ട് ഒരു ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവന് ഒരുമിച്ച് ബിരിയാണി കഴിക്കും.
പിന്നെ ഇയാളും വന്ന് പറയും ആറാട്ടണ്ണൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് അവന്മാര് കണ്ടന്റ് ഉണ്ടാക്കുന്നതാണ്. കണ്ടന്റ് ഉണ്ടാക്കുന്ന. കണ്ടന്റ് ഉണ്ടാക്കുന്നതാണ്. ഇതിന്റെ ഇടയ്ക്ക് ബാലയും കൂടെ ചെന്ന് കയറി കൊടുത്തു. അതെ അതെ അതെ. അതോടുകൂടി ഇവന്മാർക്ക് കൂടുതൽ പബ്ലിസിറ്റി ആയി. ബാല ഇവന്മാരെ തെറി പറയും, ഇവന്മാര് ബാലയെ തെറി പറയും. ഇത് ഇതിന്റെ ഇടയ്ക്ക് മറ്റേ ഇല്ല ലവൈ ചെകുത്താൻ അവ ഒരു ടീമാണ്. ഒരു യൂണിവേഴ്സാണ്, പ്രത്യേക പാരൽ യൂണിവേഴ്സിൽ ജീവിക്കുന്ന കുറച്ച് ആളുകൾ. ഏതായാലും പോലീസ് പറയുന്നത് അറസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനെയൊക്കെ പോട്ടെ എന്നൊരു നിലപാടാ. അങ്ങനെ പോട്ടെ. ശരി.